ഇപ്പം നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു മനുഷ്യൻ്റെ ഔറത്തിന് ഇസ്ലാം എത്രത്തോളം പവിത്ര നൽകിയിട്ടുണ്ട്. 3 സന്ദർഭങ്ങൾ ഉണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. ആ 3 സമയങ്ങളിൽ ഒരു കുട്ടിയാണെങ്കിലും അനുവാദം ചോദിച്ചിട്ടേ പ്രവേശിക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഒരു കുട്ടിയാണ്, കുട്ടി എന്ന് പറഞ്ഞാൽ വകതിരിവില്ലാത്ത എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിയല്ല, കുറച്ചൊക്കെ ബോധമുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവൻ ആ 3 സന്ദർഭങ്ങളിൽ അനുവാദം ചോദിച്ചിട്ടേ ഉമ്മാന്റെയും ഉപ്പാന്റെയും റൂമിലേക്ക് കയറി ചെല്ലാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്ർ, ഒന്ന് ഫജ്ർ നിസ്കാരത്തിന് മുമ്പുള്ള സമയമാണ്. വഹീന തളഉ സിയാബകും മിനൽ ദഹീറ, രണ്ടാമത്തെ ഉച്ചവേളയിൽ നിങ്ങൾ വസ്ത്രങ്ങൾ അഴിച്ചു വെക്കുന്ന സമയമാണ്. മൂന്നാമത്തെ വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ, ഇശാ നിസ്കാരത്തിന് ശേഷമാണ്. സലാസു ഔറാത്തിൻ ലക്കും, ഇത് 3ഉം നിങ്ങളുടെ സ്വകാര്യമായ സമയമാണെന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു മനുഷ്യന്റെ സ്വകാര്യതക്ക് ഇസ്ലാം കൊടുക്കുന്ന വില എന്താണ്, ഇസ്ലാം കൊടുക്കുന്ന മൂല്യം എന്താണ്?